വലിയേട്ടനിലത്തെ മമ്മൂക്കാടെ ക്യാരക്ടർ അതിന്റെ ഡയലോഗ് കാണാൻ പാടം പറയുമായിരുന്നു. കാല് പിടിക്കാൻ കുനിയുന്നു എന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ഡയലോഗ് ഇല്ല. അതെ ഇല്ല 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 അതെന്തോ അറിയാതെ വന്ന വരട്ടെ. ചിന്തിക്കാൻ പറ്റുള്ള ഇതൊന്നും ബുദ്ധിയില്ലാത്ത സമയത്ത് ഞാനും നെസ്ലിനൊക്കെ ഇങ്ങനെ ചില്ല ചെയ്തപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ പതിയെ വന്ന് ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് വലിയ പിടിക്കുന്നില്ല, എന്നാലും അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞിട്ട് ഇനി കോളേജ് പടം വരരുത്, ഡയറക്റ്റ് ചെയ്യാൻ കൂടെ. ഇത് ഡീക്യൂ മാത്രമല്ല, ചന്തുവിന്റെ ഒക്കെ ഉണ്ടാ നമുക്ക് മറ്റേ വൈറ്റ് ബെൽറ്റിൽ വരുമ്പോ അപ്പൊ അറിയാലോ ഇതാര് കെട്ടിയത്. അപ്പൊ ഒരു ഹോണടി ചന്തു വാസ് എ വെരി ഈ പറയുന്നൊരു സെയിം നല്ല ഫ്രണ്ടാണ്. ആ ഒരു ഫൺ പാക്ക് അല്ലേ? അതെ 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 സത്യം. എവിടെ എന്ത് പറയുന്നു നമുക്ക് ആ ഒരു സ്പോട്ടിലായിരിക്കും പരിപാടി. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. നമ്മൾ ചോദിച്ച് പോകാൻ പോവുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിലേക്ക് ഹിറ്റ് ചെയ്യാൻ പോകുന്ന മൂവിയാണ് ദ മോളിവുഡ് ടൈംസ്. എന്താണ് മോളിവുഡ് ടൈംസ്? റൈറ്റ് നൗ നെസ്ലിൻ ആൻഡ് റോഷൻ, ഹലോ വെൽക്കം. ഹലോ ഹായ്, പറയൂ. താങ്ക് യു. പറയൂ, ഏറ്റവും ലേറ്റസ്റ്റ് നമ്മളുടെ ബേബിയാണ് മോളിവുഡ് ടൈംസ് എന്ന് പറയുന്നത്. റോഷ, അപ്പോൾ എന്താണ് സിനിമ? കാരണം ഇതിൽ ലുക്കൊക്കെ നോക്കുവാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. എനിക്കൊന്ന് കഴിഞ്ഞ കുറേ എനിക്കൊന്ന് പ്രൊമോഷണൽ പരിപാടികൾക്കും ഒക്കെ ഈ ഒരു ലുക്കിൽ തന്നെയാണ് വന്നത്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് വേറെ അതെ, ഇതിനിടയിലാണ് മറ്റേ ബംഗാളി ലുക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഈ ലുക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അത് കിട്ടിയത്. ലുക്ക് ഇത് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു 2015 വരെയാണ് കാലഘട്ടം, ഒരു 90s മുതൽ 2015 വരെ. അപ്പോൾ കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള രസമുള്ള, അപ്പോൾ അതാ മൊത്തത്തിലൊരു വ്യത്യാസം കാണാനും. പടം ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. ഞാൻ കണ്ടു ഔട്ട്, ഫൈനലല്ല പക്ഷെ എന്നാലും ഫൈനൽ കട്ട് കണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. കോളേജ് സ്കൂൾ ആ ഒരു കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ കൈൻഡ് ഓഫ് മൂവിയാണ്. ടീനേജർ പരിപാടി. അതെ, ടീനേജ് പറയാം. അതെ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 8 വയസ്സ് മുതൽ ഒരു 8 വയസ്സുള്ളൊരു ചെറിയ കുട്ടി അവന് ഡയറക്ടർ ആവാൻ പണ്ട് മുതൽ ആഗ്രഹിച്ച് നടക്കുന്ന അവന്റെ ലൈഫാണ്. അവന്റെ ഒരു 26 വയസ്സ് 27 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കാണിക്കുന്നത്. അതിനിടയിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. വിനീത് മാധവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ തന്നെയാണ് സിനിമ പോകുന്നത്, തുടക്കം മുതൽ അവസാനം വരെ. ഒരു ക്യാരക്ടർ ഡ്രിവൻ സ്റ്റോറിയാണ്. അപ്പൊ അതിനുള്ളിൽ ഉണ്ടാവുന്നതിൽ റൊമാൻസ് ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ട്, അങ്ങനെ കുറെ മിക്സ്ചർ ഓഫ് കാര്യങ്ങൾ. അതെ 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 മെയിൻലി സിനിമയാണ് അവന്റെ പാഷൻ. അപ്പൊ മോളിവുഡ് ടൈംസ്, യെസ് ഓഫ് കോഴ്സ് മൂവി. ലവ് ലെറ്റർ ടു മലയാളം സിനിമ എന്നായിരുന്നു ആദ്യം ടാഗ്. അത് വെട്ടിയിട്ട് ഹെയ്റ്റ് ലെറ്റർ ടു വരുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി ഇതിലില്ല, ഒരു ഹെയ്റ്റ് ലെറ്റർ ടു മലയാളം സിനിമ എന്നൊരു ടാഗ് ഉണ്ടായിരുന്നു. റോഷൻ പറയൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇയാളുടെ ജീവിതത്തിൽ ഇത്രയും സ്ട്രഗിൾ ഉള്ളതിൽ ചെറുപ്പം മുതലേ അവസാനം വരെയും കൂടെയുള്ള എല്ലാ ഇമോഷൻസിലും കൂടെയുള്ള കൂട്ടുകാരൻ, റിയൽ ഫ്രണ്ട്, ട്രൂ ഫ്രണ്ട് അല്ലേ? കൂടെയുള്ള, അതെ, കൂടെ എല്ലാ ഇമോഷൻസിലും കൂടെ ഉള്ള കൂട്ടുകാരൻ ആണ് ശരിക്കും. ആ ഒരു വൈബ് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ചിലപ്പം ചില ആക്ടേഴ്സ്, ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇൻ്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ തന്നെ ചന്തുവായിട്ടുള്ള ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ ചന്തുവിനെ നേരത്തെ പരിചയമുണ്ടായിരുന്നു ഇല്ല, പക്ഷെ പരിചയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കെമിസ്ട്രി വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ആയിരുന്നു നിങ്ങളുടെ ഒരു കെമിസ്ട്രി ആക്ച്വലി എങ്ങനെയായിരുന്നു? അങ്ങനെ തന്നെ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് അതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ആവേശം, അറിയാമെന്നുള്ളത് ജനറലി അറിയാമെന്നുള്ള ഇതായിരുന്നു. ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പരിചയപ്പെടുന്നത്. ഇപ്പൊ അല്ലല്ല, ഞങ്ങൾ ഇടയ്ക്ക് ഒരു കാണാറുള്ള ഈ പറഞ്ഞ പോലെ ചന്തും സംഗീതമൊക്കെ പോലെ തന്നെ ഞങ്ങളിടയ്ക്ക് കാണുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്തും പറയാൻ പറ്റുന്ന ഫ്രീക്വൻസി. അത് നമ്മളെ പടത്തിൽ അത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ നോക്കുമ്പോൾ പല ഏജ് കാറ്റഗറിയിലുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അടുത്ത് അതിരടി സിനിമയുടെ പ്രൊമോഷൻ ടൈമിൽ ബേസിൽ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ യങ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പരിപാടിയാണ്. ഈവൻ ലുക്കാണെങ്കിലും ബോഡിയൊക്കെ ആണെങ്കിലും ട്രിം ചെയ്ത് മുടി വേറെ രീതിയിൽ വെച്ചിട്ട് വേറെ ലുക്കായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ ഇടയ്ക്ക് എന്നെ വളരെ ഇതേതായാലും ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ ഇപ്പൊ പിന്നെ ഞാന് നസ്ലിന് സന്ദീപ് ഞങ്ങള് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ പറഞ്ഞായിരുന്നു, എടാ ഞാൻ ഏതോ ഇന്റർവ്യൂലൊക്കെ പോയിരുന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനും നസ്ലിനൊക്കെ ഇതുപോലെ ചില്ല് ചെയ്തപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ പതിയെ വന്ന് ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അപ്പുറത്തിരുന്ന് ആരോ കൗണ്ടർ അടിക്കുന്നുണ്ട്, അറിയാമല്ലോ. അത് പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു ബേസിലേറ്റിന്റെ ആ ലുക്ക്. ഇവിടെ ആ ലുക്കും അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷനും. ഇപ്പം നസ്ലിനെ നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ജിംഖാനയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. ലൈക്ക് എത്രമാത്രം എനിക്ക് അതിൻ്റെ ഏതോ ഒരു ഫോട്ടോ വന്നപ്പം വെളിയിലെ ആൾക്കാർ ഇത് ശരിക്കും ഉള്ളതാണോ, ഇമേജ് അല്ലേ, അങ്ങനെ സമാധാനിക്കാന്ന് പറഞ്ഞിട്ട് കുറെ പേര്. അതെ അതെ. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ കണ്ടപ്പോൾ വാട്ട് യു ഫെൽറ്റ് ആക്ച്വലി? ശരിക്കും വളരെ സന്തോഷം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യങ് ആയിട്ടിരിക്കുകയാണ്. ഞാനപ്പോ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയുണ്ടെങ്കിലും മെസ്സേജ് അയച്ച് ആണല്ലേ, ഇതൊക്കെ കണ്ടിട്ട് വലിയ പിടിക്കുന്നില്ല, എന്നാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ബേസിലെ നസ്ലിം പറഞ്ഞിട്ടുണ്ട് സംഭവമൊക്കെ കൊള്ളാം, ചെറിയ അസൂയൊക്കെ ഉണ്ട്, ഇല്ല പോട്ടെ അല്ലേ, ഇനി വർക്കൗട്ട് വേണ്ട. ഇനി കോളേജ് പടം വരരുത്, ഡയറക്റ്റ് ചെയ്യുമ്പോ കൂടെ ഇടയ്ക്കിടയ്ക്ക് ടോബിയും പറഞ്ഞ പേര് ബേസിൽ എന്ന് പറഞ്ഞ ആസ് എ ഡയറക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ട് വരുന്നില്ല, ഇനി ബ്രഹ്മാണ്ഡ പടമൊക്കെ വരാനിരിക്കുന്നു തോന്നുന്നു അല്ലേ. ഈ ഫിലിമിൽ നമ്മൾ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നു, നമ്മൾ പോകുന്നു, ആ സെയിം പാരലലി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അപ്പോൾ അതിന് പോകണോ, സിനിമ അഭിനയിക്കണോ, അങ്ങനെയൊക്കെ ഉള്ള അതിന് അവിടെ ഒരു മിക്സ്ചർ ഓഫ് ഇമോഷൻസ് വരാം. സന്തോഷം ഒരു സമയത്ത് ഒരു സ്ഥലത്ത് പീക്കിൽ നിൽക്കുന്നു, പക്ഷെ അതും ലൈഫിലെ മാറ്റി വെക്കാൻ പറ്റാത്ത കല്യാണം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. പെങ്ങളുടെ കല്യാണം അല്ലേ, അതെന്താണല്ലോ പറഞ്ഞു വന്നപ്പോ കഥ എന്നെ പെങ്ങളുടെ കല്യാണം കൂടാതെ പടത്തിൽ അഭിനയിച്ച ഒരാളെ എനിക്കറിയാം. അതെ അതെ, അത് എൻജോയ് ചെയ്ത് നസ്ലിനൊക്കെ എൻജോയ് ചെയ്ത് നല്ല കഥയാണോ പറയുന്നു. യെസ്, ആ ഇമോഷൻ ആക്ച്വലി ശരിക്കും നമുക്കൊരു കിക്ക് തരുന്ന ഇമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ ഒരു പരിപാടി ഇതിലോട്ട് വരുന്നു. എങ്ങനെയായിരുന്നു അതിന്? അത് ശരിക്കും പെങ്ങളുടെ കല്യാണത്തിന് ഡേറ്റ് എടുക്കുമ്പോഴത്തേക്ക് അന്ന് ഞാൻ അത്രയും ശാന്തന്റെ ക്യാരക്ടർ അത്ര ഇല്ലായിരുന്നു. അത് ചിത്തുചേട്ടൻ തന്നെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു. കുറച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് എക്സ്റ്റെൻഡ് ആയപ്പോൾ അത് വെച്ചിട്ടാണ് ഡേറ്റ് എടുത്തിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എക്സ്റ്റെൻഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതിൽ വലിയൊരു സന്തോഷമില്ലല്ലോ. അപ്പോൾ അത് വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഡേറ്റ് ഇതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒന്ന് ഷൂട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പുള്ളി പറഞ്ഞു, മോനെ നീ ഇവിടെ വരുന്നതുകൊണ്ട് ഇമോഷണലി നിനക്ക് ഇവിടെ വരാം, ഇതെല്ലാം പങ്കെടുക്കാം എന്നല്ലാതെ അവിടുന്ന് വന്ന് എൻ്റെ ആദ്യത്തെ പടമാണ്. അപ്പോൾ ഞാൻ അവിടെ കയറി എന്തെങ്കിലും പറഞ്ഞിട്ട് ഉള്ളത് കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാലോ വിചാരിച്ചിട്ട് കല്യാണം കൂടാൻ പോയിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എന്തോ അത് വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ആ പടത്തിൻ്റെ ഒരു ഹൈ ഉള്ളതുകൊണ്ട് അതങ്ങനെ പോയി. പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ വിഷമം മൊത്തം മാറി. പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അളിയനും ഭയങ്കര ഹാപ്പിയായി, പെങ്ങളും ഭയങ്കര ഹാപ്പിയായി. അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും ഹാപ്പി. നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻസ് എപ്പോഴും ഭയങ്കര ഗംഭീരമാണ്. നമുക്ക് നമ്മളൊരാൾ നമുക്ക് അപ്രീസിയേഷൻ തരുമ്പോൾ
നമ്മുടെ ഉള്ളിനുള്ളിൽ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ നമ്മളത് തിരിച്ച് കാണിക്കില്ലായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു DQ എനിക്ക് തോന്നുന്നു ലോകയുടെ സമയത്താണെന്ന് തോന്നുന്നു, ഇവിടെ അല്ലെന്ന് തോന്നുന്നു പ്രൊമോഷൻ, വേറെ ഇവിടെ പ്രൊമോഷൻ്റെ ടൈമിൽ ബോട്ട് നസ്ലിൻ ചോദിച്ച സമയത്ത് അല്ല അത് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുണ്ട്, പുള്ളിക്ക് അത്ര ഇഷ്ടമാണെന്നുള്ളത്. ഭയങ്കര ജെന്യൂൻ ആയിട്ട് പറയുന്നത്, വളരെ ജെന്യൂൻ ആയിട്ട്. പക്ഷെ നമുക്കൊന്ന് കേട്ട് നോക്കിയല്ലോ. ഞാൻ കണ്ടതാ നേരിട്ട്, ഞാനുണ്ട് തൊട്ടു. And I've loved you since then. If you hang out with Naslin, it's like you'll be like, oh my god, you're so cute. I want to just put you in a bag and take you home. And I'm a grown man, like, and he has this effect on everybody. And Chandu is a chip. ഇത് DQ മാത്രമല്ല, ചന്തുവിന്റെ വെക്കണ്ട, ചന്തുവിന്റെ അങ്ങനെ പറഞ്ഞേ. ചന്തുണ്ട് അങ്ങനെ അല്ല, ആര് നമ്മളെ പറ്റി നല്ലൊരു കാര്യം പറയുമ്പോൾ ഇറ്റ്സ് എ റിവാർഡ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഈ ടൈമിലേക്ക് നസ്ലിൻ ഉണ്ടായിരുന്നല്ലോ, നസ്ലിനെ നോക്കിയാണ് അത് പറഞ്ഞത്. നസ്ലിൻ്റെ അടുത്താണെങ്കിലും പല ആൾക്കാരും ആദ്യ ടൈമിലൊക്കെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുക എങ്ങനെ സിനിമയിലേക്ക് എത്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അപ്പം പല ഇപ്പം സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെ ആ ടൈമിൽ ഒരു ഓഡിഷൻ വന്ന് കയറി. അപ്പം ചില ആൾക്കാരുടെ കൂടെ യാത്രകൾ പോകുമ്പോൾ നമ്മളറിയാതെ മനസ്സ് തുറക്കുന്നു എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളുടെ തന്നെ സ്റ്റോറി ഷെയർ ചെയ്യുന്നൊരു പരിപാടി. അത് ട്രാവൽ ആണെങ്കിൽ രണ്ടുപേരും ഒറ്റയ്ക്കാണെങ്കിൽ എന്നൊക്കെ. അങ്ങനെ ചന്തു എനിക്ക് തോന്നുന്നു അത് ആരോ ഒരാള് നൈസായിട്ട് യാത്രക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ പോയത് കൊണ്ട് നസ്ലിൻ ഒറ്റയ്ക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് ബാംഗ്ലൂർ. ഇനീഷ്യലി ഇത് ലോകേന്റെ ഷൂട്ടിന് ബാംഗ്ലൂർ പോയപ്പോ ഇവിടുന്ന് പോകുമ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്ത് റോഡ് ട്രിപ്പ് പോവാം, കാറിൽ പോവാം എല്ലാവർക്കും ഒരുമിച്ച്. ഞാന്, ചന്തു, അരുൺ കുര്യൻ, രോഹിത്, 4 പേരാണ് പ്ലാൻ ചെയ്തത്. കുര്യൻ മാത്രമല്ല എല്ലാവരും തേച്ചു പോയപ്പോ. എന്നിട്ട് ഞാൻ ഒറ്റക്കാണ് ബാംഗ്ലൂർ പോകുന്നത് ഡ്രൈവ് ചെയ്ത്. അപ്പൊ പോയി തിരിച്ചു വന്നപ്പോഴും ഈ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ കുര്യന് വരാൻ പറ്റിയില്ല, കുര്യന് UK പോകേണ്ടതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ പോയി നേരിട്ട്. അപ്പൊ ഞാനും ചന്തുവാണ് തിരിച്ച് ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പൊ ഞാനും അവനും മാത്രം മാറിയും തിരിഞ്ഞു ഓടിച്ച് വന്നു. അത് അടിപൊളി ഡ്രൈവ് ആയിരുന്നു ആക്ച്വലി. ഇടയ്ക്ക് സ്റ്റോപ്പൊക്കെ അതെ, പിന്നെ പോയി ചായ കുടിച്ച് സെറ്റ് ചെയ്ത് ആ ടൈമിൽ ഷെയർ ചെയ്ത കാര്യങ്ങളായിരിക്കാം. അപ്പൊ ചന്തു പറഞ്ഞിട്ടുണ്ട് ഈ നസ്ലിൻ ഇന്റർവ്യൂവിനൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓഡിഷനൊക്കെ വന്നു, അങ്ങനെ സ്കൂളിൽ എന്തോ ഇങ്ങനെ വിചാരിച്ചതല്ല, അങ്ങനെയൊന്നുമല്ല, അതിനൊക്കെ പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു വലിയ കഥ പറയണമെന്നല്ല, പേടിക്കണ്ട, ഒരു വലിയ കഥയുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോഴാണ് ഓക്കെ ഇങ്ങനെ പരിപാടികളോ പല ആൾക്കാർക്കും ഇപ്പൊ പുറമേ കാണുന്ന ആൾക്കാർക്ക് എന്താ പുറമേ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ, പല കാര്യങ്ങളും ഉണ്ടാവും ഉള്ളില്. അപ്പൊ ചന്തു വാസ് വെരി ഈ പറയുന്നൊരു സെയിം നല്ല ഫ്രണ്ടാണ് എൻ്റെ. ആ ഒരു ഫൺ പാക്ക് അല്ലേ? അതെ 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 സത്യം. എവിടെ എന്ത് പറയുന്നത് നമുക്ക് ആ ഒരു സ്പോട്ടിലായിരിക്കും പരിപാടി. അത് എനിക്കൊന്നു പല സീനിലും നിങ്ങൾ തന്നെ അടുത്തിരുന്ന് അഭിനയിക്കുമ്പോൾ ഓർത്തിട്ടില്ലേ സലീമേട്ട അതാ അവന്റെ കണ്ണ് ഭയങ്കര പക്ക ഇത് തന്നെ എന്നുള്ളൊരു തോന്നിട്ടില്ലേ? അപ്പോൾ ബാക്ക് ടു മോളിവുഡ് ടൈംസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഏത് ഇയർ ആ ഒരു 90s കാലഘട്ടമായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത അല്ലെങ്കിൽ ഈ ഫിലിമിൽ നമുക്ക് ഇപ്പോൾ നൊസ്റ്റാൾജിയ കുറേ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ഇതിൽ ഈ മോളിവുഡ് ടൈംസ് എന്ന മൂവിയിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നൊസ്റ്റാൾജിക് കിക്ക് എന്ന് പറയുന്നത് 1-2 കഥയുടെ കാര്യങ്ങൾ പറയണമെന്നല്ല, ഒരു കാസറ്റ് കടയുണ്ട് ഇവര് സ്ഥിരം പോയി ഇവര് ഈ പിള്ളേര് സ്ഥിരം പോയി വാടകയ്ക്ക് എടുക്കുന്ന അത് ഭയങ്കര ഞങ്ങളുടെ എല്ലാ നാട്ടിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ആ സെറ്റപ്പ്. ശരിക്കും അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പഴയ കാലത്തിന്റെ ആ എസ്തെറ്റിക്സ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ അടിക്കും. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറെ സീനുണ്ട്. കാസറ്റും CD ഒക്കെ സുനിൽ വീഡിയോസ് എന്നാണ് ഇപ്പൊ പടത്തില് പഴയ പടങ്ങൾ
പണ്ടത്തെ കുറെ നമ്മൾ കണ്ടു മറന്ന അഭിച്ചേട്ടന്റെ എന്തോ റിയൽ പുള്ളിക്കാരനും അങ്ങനത്തെ ഒരു കടയുണ്ട് പറയാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സ്ഥിരമായിട്ട് പുള്ളിയുടെ ചെറുപ്പത്തിൽ എടുത്തിരുന്ന കടയും എന്തോ സുനിൽ വീഡിയോസ് എന്തോ ആയിരുന്നു. പണ്ടൊക്കെ അവരവരുടെ ആൾക്കാരുടെ പേര് അവരുടെ അച്ഛൻ അങ്ങനെ പേരുകളായിരിക്കും കടയുടെ പേര്. ഇപ്പോൾ നാളേക്ക് പറഞ്ഞുള്ള പേരുകൾ. അതൊരു പിന്നെ അതുമല്ല നമുക്ക് പിക്ക് ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ OTT-ലൊക്കെ വരുമ്പോൾ അതിലൊരു ഫിക്സ്ഡ് സാധനങ്ങളുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന കോണ്ടന്റ്. ഇത് ഒരു വൈഡ് റേഞ്ച് ഓഫ് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണല്ലോ. ശരിയാണ്. നമ്മൾ അതിനിടയിൽ തന്നെയാണെങ്കിലും കുറെ കണ്ടു മറന്ന കുറെ പടങ്ങളും പഴയ കുറെ സംഭവങ്ങളും എല്ലാം ഈ CD കവറിലാണെങ്കിലും എല്ലാം അതൊക്കെ കണ്ടപ്പം അതാണ് ഇങ്ങനൊരു പടം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. കാരണം അത്രയും ഈ പറഞ്ഞ പോലെ വൈഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണല്ലോ. കട മൊത്തം CD ആണല്ലോ. അത് സെറ്റപ്പ് ചെയ്തെടുത്തു. അത് സെറ്റപ്പ് അടിപൊളി കലക്കി. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചൊരു 2-3 ഷോർട്ട് ക്വസ്റ്റ്യൻസ് കൂടെ കഴിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്യാം. റെഡി അല്ലേ? നമ്മൾ സിനിമ എന്ന് പറഞ്ഞൊരു മോഹം, സിനിമ അഭിനയിക്കാൻ തീവ്രമായ ആഗ്രഹമില്ലെങ്കിൽ പോലും ഒരു പക്ഷേ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുന്ന ടൈമിൽ പല പല ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമ്മൾ അവരെ പോലെ ആകാൻ ട്രൈ ചെയ്തിട്ടുണ്ടാകും. 4, 5, 6 വയസ്സിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ എന്നൊക്കെ ഓർത്തിട്ടുണ്ടോ? അത് റിലേറ്റഡ് ആയിട്ടുള്ള പണ്ട് കുഞ്ഞിലെ തമാശയ്ക്കാണെങ്കിൽ കൂടെ ഓർത്തിട്ടുണ്ടോ വലുതാകുമ്പോൾ ഈ ഒരു ആക്ടറെ പോലെ ആവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി എല്ലാവരുടെയും മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഒരു ദിവസമെങ്കിലും തോന്നിയിട്ടുണ്ടാവാൻ സാധ്യത 99% ഉണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ റോഷ ആദ്യം നസ്ലിനോട് ചോദിക്കുമെന്ന് ഉറപ്പായിട്ടും ദിലീപേട്ടനായിരിക്കും. ദിലീപേട്ടൻ പുള്ളിയുടെ പടങ്ങളാണ് ശരിക്കും ചെറുപ്പത്തിൽ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളത്. നമുക്ക് കോമഡി ആണെങ്കിലും ശരി. ചെറുപ്പത്തിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല ഒരു ഭാവിയിൽ ഒരു നടനാവും, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും പുള്ളിയുടെ പടങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളതും അതുപോലെ ആവണം എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ടൈമെങ്കിലും ആ ഒരു സ്വാഗ് അടിപൊളി. കിളക്കി സ്പെഷ്യൽ മൂവി ഏതായാലും ഒരെണ്ണം എന്ന് പറയാനില്ല, ഒരുപാടുണ്ട്. എന്നാലും അത് പുള്ളിയുടെ ആണോ? ഏതെങ്കിലും ഒരു 1 മൂവി പറയുകയാണെങ്കിൽ. അങ്ങനെയാണ് ഞാൻ ചുമ്മാ കാണുന്ന പടം വെട്ടമാണ് എപ്പോഴും കാണുന്നത്. കണ്ട് മടുക്കാതെ അല്ലേ? ചുമ്മാ യൂട്യൂബിലൊക്കെ നമ്മൾ ചുമ്മാ പോകുമ്പോൾ എന്തെങ്കിലും സീൻ കണ്ടാലും നമ്മൾ വെക്കും. അതിരുന്ന് കാണും. സീൻ കണ്ടിട്ട് ഫുള്ള് കാണാൻ വേണ്ടി ഫുൾ മൂവി അങ്ങനെയുണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാനും ഇതേപോലെ ഒത്തിരി ദിലീപേട്ടൻ സിനിമകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സെയിം സമയത്താണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത്. ക്യാരക്ടർ മൂവി ക്യാരക്ടർ എന്ന് പറയുന്നത് വലിയേട്ടനിലത്തെ മമ്മൂക്കാടെ ക്യാരക്ടർ, അതിന്റെ ഡയലോഗ് കാണാൻ പാടം പറയുമായിരുന്നു. കാല് പിടിക്കാൻ കുനിയുന്നു എന്റെ മൂർത്താവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ഡയലോഗില്ല. അതെ ഇല്ല അതെന്തോ അറിയാതെ വന്ന അത് വേറെ അറക്കൽ മാധവനുണ്ണി ഭയങ്കര അത് ഭയങ്കര ഇതായിരുന്നില്ല ആ ടൈമിലെ ആ ഒരു പരിപാടി. നമുക്ക് മറ്റേ വൈറ്റ് ബെൻസിൽ വരുമ്പോ അപ്പൊ അറിയാലോ ഇതാര് കെട്ടിയത്. അപ്പൊ ഒരു ഹോണടി പെട്ടെന്ന് ആ സിനിമയിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ പടങ്ങൾ, ദിലീപേട്ടന്റെ പടങ്ങൾ, ആ ഒരു ക്യാരക്ടർ വരട്ടെ. ചിന്തിക്കാൻ പറ്റുള്ള ഇതൊന്നും ബുദ്ധിയില്ലാത്ത സമയത്ത് ഒരു കുറെ വർഷങ്ങൾ കഴിയട്ടെ. ഓക്കെ, ലോകയില് മറ്റേ കല്ലേങ്കാട്ട് നീലി അങ്ങനെ ഇപ്പോൾ ചില സിനിമകളിലൊക്കെ ഇങ്ങനെ ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഈ നമ്മൾ പണ്ട് കസിൻസൊക്കെ ആയിരുന്നു ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ പ്രേതം പരിപാടികൾ ഇതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിനെ മോഡേണൈസ് ചെയ്തിട്ടാണ് നമ്മൾ ലോകയിലെ പരിപാടി വന്നത്. എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു പേടിച്ച ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ റിലേറ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഈവൻറ്റോ സംതിങ് എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നിഴലൊക്കെ വാഴയുടെ വല്ല നിഴലൊക്കെ കണ്ടു പേടിച്ച അതേപോലത്തെ ഒക്കെ ഉള്ളൂ. അല്ലാതെ അറിയില്ലാവണമെന്നില്ല, പക്ഷെ എന്നാലും പക്ഷെ ഇല്ല, അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഇല്ല. ഇപ്പൊ നടന്ന് വീട്ടിലേക്കൊക്കെ ഒറ്റക്ക് പോകുമ്പോ ചെറുപ്പത്തിലൊക്കെ മറ്റേ നിഴലൊക്കെ കണ്ടു പേടിക്കൂലേ, എന്നിട്ട് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കും. ഇന്ന പോയിന്റ് മുതൽ ഇന്ന പോയിന്റ് വീട്ടിലെ ഓട്ടം കഴിഞ്ഞ് അകത്ത് കയറി കഴിയുമ്പോ അതെ രാവിലെ ആകുമ്പോ ഇത് വഴിയാണോ ഞാൻ അങ്ങനൊരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ഇല്ല. ആരെങ്കിലും അതായത് ഏതെങ്കിലും കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മളത് വിശ്വസിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും ചില ഏജിൽ. അതുണ്ട് ചെറുപ്പത്തിലൊക്കെ ഈ എൻ്റെ ഉമ്മാടെ ബ്രദറൊക്കെ പറഞ്ഞ ഒരു ഇതായിരുന്നു. അവിടെ അവരുടെ ഭാഗത്ത്
ഇതേപോലെ ഓട്ടോയിലൊരു സ്ത്രീ, അതെല്ലായിടത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് കൊല്ലത്തോണ്ട് ഓരോ ജില്ലയിലും ഓരോ സ്ഥലം ഓട്ടോന്റെ പുറകില് ഇത് കൈ കാണിക്കുന്നു, രാത്രി അതെ ലിഫ്റ്റ് അടിക്കുന്നു. ഓട്ടോയിൽ കയറുന്നു, പിന്നെ ഓട്ടോന്റെ മിററിൽ നോക്കുമ്പോ പുറകില് നോക്കുമ്പോ കൊച്ചിനെ മറ്റേ പ്രകാശം കഥ കഴിഞ്ഞു, ഓട്ടോ നിന്ന് കത്തി. എല്ലാ ഏരിയയിലും മറ്റേ അല്ലേ. അതെ 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 അതെ. അപ്പൊ ആ സമയത്ത് അതൊക്കെ കേട്ട് കഴിഞ്ഞ് പിന്നെ ഓട്ടോയിൽ കയറാൻ പേടിയായിരുന്നു? ഇല്ല, വിശ്വസിച്ചായിരുന്നു. പക്ഷെ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഇത് എന്തോ ഒരു പ്രശ്നം. എന്നിട്ട് അപ്പൂപ്പിനെ മുമ്പ് വിഷമിക്കണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ആണോ എന്നൊക്കെ പറയുന്നില്ലേ, പേടിച്ച്. അതെ. ഇനി യുവർ ടേൺ. ഇല്ല, ഇത് തന്നെ അങ്ങനെ ഓട്ടോയിലെ കൊല്ലത്തെ ഓട്ടോയിലെ ഒരു സ്ത്രീ സുമതി വളവാളിന്റെ അവിടെ ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്താണ്. അതുപോലെ തന്നെ ഈ നിഴലൊക്കെ കണ്ട് പേടിക്കുക, ഇതൊക്കെ തന്നെ പണ്ടുണ്ടായിട്ടുള്ള അങ്ങനെ ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള കെട്ടുകഥകള് കഥകൾ കേട്ട് നമ്മൾ വിശ്വസിച്ചിരുന്ന കാലം. അതന്നെ ഇങ്ങനെയുള്ള കെട്ടുകഥകളും. ആൾ താമസമില്ലാത്ത വീട്. ഒരു ഓട്ടോയില് ഒരു സ്ത്രീയും ഒരു ചേട്ടനും അങ്ങോട്ട് പോയി, തിരിച്ച് ചേട്ടൻ മാത്രം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചുമ്മാ. ഇപ്പൊ അതൊക്കെ കഥ എന്താന്ന് നോക്കിയപ്പോലെ അതിലൊരു സംഭവമില്ല. നമ്മൾ അന്ന് വെറുതെ പേടിച്ചു ഇത് കേട്ടിട്ട് അയ്യോ പറഞ്ഞിട്ട് രൂപം വന്ന് കൈ കാണിക്കുന്നു. ഇപ്പൊ നമ്മള് കേൾക്കുവാണെങ്കിൽ ചോയ്സ് ഉണ്ടായിരുന്നു അത് സെലക്ട് ചെയ്യാൻ, പക്ഷെ പറ്റാതെ പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? പെർട്ടിക്കുലറായിട്ട് ഞാൻ മൂവി ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു, അത് പിക്ക് ചെയ്യാൻ, എല്ലാം സെലക്ട് ചെയ്യാൻ, എടുക്കാൻ, വാങ്ങാൻ, അതെന്തും ആവാം, എന്തിനും ഉണ്ടാവും ഒരു ചോയ്സ്. അങ്ങനെ ആവും. പക്ഷെ നമ്മളത് എടുത്തില്ല. പക്ഷെ ചെറിയ റിഗ്രറ്റ് ഉണ്ട്. അത് വലിയൊരു ഭീകര സംഭവം ഒന്നും ആണെന്നില്ല, ക്യാൻ ബി എ ഫണ്ടിങ് എന്തുവാ. പക്ഷെ ഇപ്പൊ എങ്ങനെ ചോദിച്ചാൽ, ഞാൻ +2 കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി മീഡിയ വില്ലേജിൽ മൾട്ടിമീഡിയ പഠിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഏകദേശം അഡ്മിഷനൊക്കെ എടുത്തു. എന്നിട്ട് എൻ്റെതായ ഒരു കാരണത്താൽ ഞാൻ പോയില്ല. ഞാൻ എന്നിട്ട് നാട്ടിൽ തന്നെ ഡിഗ്രി പഠിച്ചു. അപ്പം എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നു ശരിക്കും അത് എടുക്കാനായിട്ട്, പക്ഷെ അത് എടുത്തില്ല. നാട്ടിൽ തന്നെ അത് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് വീട്ടിലും ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ എൻ്റെ കുറച്ച് കാരണങ്ങൾ കാരണം ഞാൻ നാട്ടിൽ തന്നെ നിന്ന് പഠിച്ചിട്ട് BA ഇംഗ്ലീഷ് എടുത്തു, BSc മൾട്ടിമീഡിയ എടുത്തില്ല. നാട്ടിൽ നിൽക്കാൻ കുറച്ച് പ്രോത്സാഹനം കൂട്ടുകാരിൽ നിന്ന് കുറച്ച് അധികം പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട് നീ എവിടെ പോകുന്നു, ഇവിടെ നിന്ന് പഠിച്ചാൽ ചോദിച്ചിട്ട് അവരോടെ ചില്ലിയാന്നൊക്കെ അങ്ങനെ പോയി. കുഴപ്പമില്ല. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ, കമോൺ അല്ലേ. ഞാൻ ആലോചിക്കായിരുന്നു എനിക്ക് എവിടെയാണ് ചെറിയ കാര്യങ്ങളാവാം കേട്ടോ. ക്യാൻ ബി എനിത്തിങ്. സ്കൂളിലുള്ള ടൈമിലാവാം, ചൂസ് ചെയ്യാൻ, സെലക്ട് ചെയ്യാനോ ചൂസ് ചെയ്യാനോ മേടിക്കാനോ, അല്ലെങ്കിൽ അതൊരാൾക്ക് ആ ഒരു അവസരം എടുത്താലോ ആ ഒരു അവസരം നമുക്ക് കിട്ടി, പക്ഷെ വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല. അതും ഒരു എക്സാം ആവാം, ക്യാൻ ബി എനിത്തിങ്. എന്ത് എക്സാമിലൊക്കെ അത് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ഒരു തോറ്റിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ തലേന്ന് കിട്ടിയിട്ട് തോറ്റിട്ടുണ്ടെന്ന്. ഫൈനലി ഈ ഇന്റർവ്യൂകൾ കാണാറുണ്ടല്ലോ, അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂർ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർവ്യൂ ചെയ്ത ഒരു വ്യക്തിയും കൂടെയാണ് എനിക്കൊന്ന് കേശുവിന്റെ ടൈമില്. അതും ഞങ്ങൾ ഓൾറെഡി എടുത്തു, ഇന്റർവ്യൂ എടുത്തു. അത് കഴിഞ്ഞ ഒരു വീഡിയോ നോക്കുമ്പോ പേന പേപ്പർ നമുക്കൊരു നമ്മളുടെ കയ്യിൽ മാറ്റാനായിട്ട് ഭയങ്കര രസമായിരുന്നു അത്. എനിക്ക് അത് ചെയ്യുന്നത് വരെ എനിക്ക് നല്ല മടിയും ചമ്മലൊക്കെ ആയിട്ട് അവരായിട്ട് പിടിച്ച് ഇരുത്തിയതാണ്. അതെ, അത് പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര ഒരു മൊമെന്റ്, അങ്ങനത്തെ ഒരു മൊമെന്റ്സ് പരിപാടിയെല്ലാം അടിപൊളി. ഒരു റേസ്ഡ് ഹാർട്ട് ബീറ്റ് പരിപാടി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്, പിന്നെ പക്ഷെ കംഫർട്ടബിൾ ആക്കി. അവരാണെങ്കിലും സ്പോട്ടിൽ കൗണ്ടേഴ്സ് ആയിരുന്നു. അതെ, അത് ആരോടാ. യെസ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള, ഏത് ഏജ് കാറ്റഗറിക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു വെരി ഗുഡ് മൂവി ആയി മാറട്ടെ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക്. സിനിമയോട് ഒരു താല്പര്യം ഇല്ലെങ്കിൽ പോലും അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഇവന്റ് ആയിരിക്കും ഇതിൽ ഹാപ്പൻ ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ.
പിന്നെ ഇത് ആരൊക്കെ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓൾ വെരി ബെസ്റ്റ്. അടിപൊളിയാട്ടെ. ഫസ്റ്റ് ഡേ നമ്മൾ ഉണ്ടാവും തിയേറ്ററിൽ. ഒരു ഗംഭീര മൂവി ആവട്ടെ. ഫുൾ ആക്ടേഴ്സ് ഇല്ല, ക്രൂ, എല്ലാവർക്കും ഒരു ഓൾ ദി വെരി ബെസ്റ്റ് തരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.